നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ മടിക്കില്ല എന്നതടക്കമുള്ള സൂചന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ അത് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം അനുവദിക്കില്ലെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുന്നറിയിപ്പ്. എണ്ണ വിപണിയിൽ വലിയ പ്രതിസന്ധിയാണ് ഇത് കാരണം ഉണ്ടാകാൻ പോകുന്നത്. എണ്ണ വിലയുടെ കുതിച്ചുകയറ്റം തന്നെ ഇതിൽ ഒരു കാരണമായി മാറും. ഹോർമുസ് കടലിടുക്കിന്റെ ഒരു വശത്ത് ഒമാനും UAEയും മറുവശത്ത് ഇറാനുമാണ്. രാജ്യാന്തര വ്യാപാരത്തിലെ പ്രധാന റൂട്ടായ ഹോർമുസിലൂടെ ദിവസം 15 ദശലക്ഷം ബാരൽ എണ്ണയാണ് കടന്നു പോകുന്നത്. അതായത് രാജ്യാന്തര എണ്ണ വിതരണത്തിന്റെ ഏതാണ്ട് 20%. രാജ്യത്ത് ആവശ്യമുള്ള എണ്ണയുടെ ഏതാണ്ട് 89% ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 40-ലേറെ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി. അതിൽ തന്നെ 40 മുതൽ 50% ഹോർമുസിലൂടെയാണ്. ഇന്ത്യയിലേക്കുള്ള ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഏതാണ്ട് പകുതിയും ഹോർമുസിലൂടെയാണ് എത്തുന്നത്. ആഭ്യന്തര ആവശ്യത്തിന് 74 ദിവസത്തെ കരുതൽ എണ്ണ ശേഖരണമാണ് 3 സംഭരണികളായി ഇന്ത്യക്കുള്ളത്. രാജ്യാന്തര വിപണിയിൽ വെള്ളിയാഴ്ച ക്രൂഡിന് ബാരലിന് $67 വില. ഇത് $100 ഉയരാമെന്ന സൂചന നിലവിലുണ്ട്. സ്വാഭാവികമായും ഇന്ത്യൻ വിപണിയെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. ഇറാനുമായി ഇസ്രായേലും US യുദ്ധം നടത്തുന്നത് ഹോർമുസിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും UAEയുടെ ഹബ്ഷ, ഫുജൈറ, സൗദിയുടെ ഈസ്റ്റ് വെസ്റ്റ് വാതക പൈപ്പ് ലൈനുകളെ ആശ്രയിക്കാമെന്നാണ് ഇന്ത്യയുടെ നിലവിലെ പ്ലാൻ എ. എന്നാൽ UAE ഉൾപ്പെടെ പലയിടത്തും ഇറാൻ ആക്രമണത്തിന് മുതിർന്നതും ഏറ്റുമുട്ടൽ കടുത്താൽ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടാമെന്നതും ആശങ്കകളായി മുന്നിൽ തന്നെയുണ്ട്. US ഇടക്കാല വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിരുന്നു. ഇന്ത്യ അത് നിഷേധിക്കുകയോ ശരിവയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ USന്റെ വിലക്ക് മറികടന്ന് റഷ്യൻ എണ്ണയെ ആശ്രയിക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്നതും ഒരു സാധ്യതയായി മുന്നിൽ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല, ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യമാണ്. ട്രംപ് ആദ്യം പ്രസിഡന്റായ കാലത്ത് USന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ചാബഹാർ തുറമുഖ പദ്ധതിയിൽ ഇറാനുമായി ഇന്ത്യ സഹകരിച്ചു. പക്ഷേ അപ്പോൾ പിന്മാറ്റത്തിന്റെ പാതയിലാണ് ഇന്ത്യ. ഇത്തവണ കേന്ദ്ര ബജറ്റിൽ ചാബഹാറിനായി തുക വകയിരുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത് ഉദ്യോഗസ്ഥരെ പിന്തിരിപ്പിക്കുന്നതിന് നയിക്കുന്നുണ്ട്. USന്റെ സമ്മർദ്ദമാണ് ചാബഹാറിനായി തുക മാറ്റിവെക്കാതിരുന്നതിന് കാരണം. ചാബഹാറിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. തുറമുഖത്തല്ല, സമീപ സ്ഥലങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലാണ് അത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. അതേസമയം വെനസ്വേലയ്ക്ക് പിന്നാലെ ഇറാനും അധീനതയിലായാൽ ലോകത്തെ മൊത്തം എണ്ണ നിക്ഷേപത്തിൽ 29% USന്റെ പരിധിയിലാകും. പുറമെ US-ൽ 5% വരുന്ന എണ്ണ നിക്ഷേപമുണ്ട്. മൊത്തം ലോകത്തെ എണ്ണയുടെ 34% US നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടും. ഇത് വെച്ച് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഒരു കളി കളിക്കുകയാണ് ട്രംപിന്റെ ഗൂഢബുദ്ധി എന്നത് വ്യക്തം. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയ എണ്ണ നിക്ഷേപത്തിൽ ഏറ്റവും അധികം വെനസ്വേലയിലാണ്. 2ാം സ്ഥാനത്ത് സൗദി അറേബ്യ, 3ാം സ്ഥാനത്ത് ഇറാൻ. എന്തായാലും ട്രംപിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ വലുത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ചില പടയൊരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്. അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഗുരുതരമാകുന്ന സാഹചര്യം രൂക്ഷമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലും US-ഉം സംയുക്തമായി 30-ലധികം ഇറാനിയൻ താവളങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ തിരിച്ചടി ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഇത് ഉൾപ്പെടെ 7 US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു. കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ താവളങ്ങളിൽ ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുന്ന സാഹചര്യമുണ്ടായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഇറാനിലെ ജനത അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ മരണം ആഗ്രഹിച്ചിരുന്നു. അത്തരത്തിലുള്ള ചില സൂചനകൾ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം വിശദമായി. വലിയൊരു പ്രക്ഷോഭം രാജ്യത്തിനകത്ത് തന്നെ നടക്കുകയായിരുന്നു. ജനങ്ങൾ തെരുവിലിറങ്ങിയതും 10,000-കണക്കിന് ജനങ്ങൾ ഈ പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ടതും അതിനിടയിൽ ട്രംപിൻ്റെ ഭീഷണിയും ഒക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. അതിനിടയിലായിരുന്നു ഇസ്രായേൽ പെട്ടെന്ന് ഇറാനെ ആക്രമിച്ചത്. വേണ്ട രീതിയിലുള്ള സ്വാതന്ത്ര്യം ഇറാൻ ജനതയ്ക്ക് അല്ലെങ്കിൽ ഇറാനിലെ സ്ത്രീകൾക്ക് നൽകിയിരുന്നില്ല എന്നതടക്കമുള്ള ഒരു പ്രതീതി അവിടെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ശക്തമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമേനിയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിക്കുന്ന ഒരു യുവതിയുടെ ചിത്രം അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലേറെ വൈറലായതാണ്. ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ച് ആ യുവതി വീണ്ടും രംഗത്ത് വന്നിരുന്നു. അതായത് ആ ഖമേനിയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിച്ച യുവതി ഇപ്പോൾ മരണവാർത്ത വന്നതിന് പിന്നാലെ വളരെ സന്തോഷത്തോടെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. മോട്ടീഷ ആദംസ് എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ അറിയപ്പെടുന്ന ഇറാനിയൻ അഭയാർത്ഥി എന്ന് സ്വയം വിളിക്കുന്ന യുവതിയാണ് ആഹ്ലാദം പ്രകടിപ്പിച്ച് സാമൂഹ്യ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയത്. ഞങ്ങൾ നിങ്ങളുടെ കുഴിമാടത്തിൽ നൃത്തം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നായിരുന്നു യുവതിയുടെ പ്രതികരണം ഖമേനിയുടെ മരണത്തോടെ.
പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ ഒരു എലിയുടേതുപോലുള്ള അവസാനമെന്നും യുവതി കുറിച്ചു. മോർട്ടീഷ്യ ആദംസ് ഖമനയുടെ ചിത്രത്തിന് തീയിട്ട ശേഷം അതിൽ സിഗരറ്റിന് തീ പകരുന്ന ചിത്രം ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പ്രതീകമായി മാറിയിരുന്നു. ഇറാനിൽ താൻ വിമതയായി മുദ്രകുത്തപ്പെട്ടതോടെ തുർക്കിയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്നും സുരക്ഷാ കാരണങ്ങളാൽ യഥാർത്ഥ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും യുവതി വ്യക്തമാക്കിയിരുന്നു. ഇറാനിൽ വെച്ചും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും യുവതി പറഞ്ഞിരുന്നു. കാനഡയിൽ സ്റ്റുഡന്റ് വിസയിൽ എത്തിയ യുവതിയാണിവർ. നിലവിൽ ടൊറന്റോയിലാണ് താമസം. സാമ്പത്തിക പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനുമെതിരെ ഇറാനിൽ അടുത്ത കാലത്ത് തുടങ്ങിയ പ്രതിഷേധം പിന്നീട് നേതൃത്വത്തിനെതിരായ വലിയ പ്രതിഷേധമായി പരിണമിക്കുകയായിരുന്നു. ഖമനയുടെ അന്ത്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി യുവാക്കളും മുതിർന്നവരും ഒക്കെ തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഹിജാബ് നിയമങ്ങൾ ലംഘിച്ച സ്ത്രീകൾ പ്രതിഷേധിച്ചു. 2022 മക്സ അമീനിയുടെ മരണത്തിന് ശേഷമുണ്ടായ പ്രതിഷേധങ്ങൾക്ക് സമാനമായ പ്രതിഷേധം. ഞാൻ ഭയപ്പെടുന്നില്ല, കഴിഞ്ഞ 47 വർഷമായി എൻ്റെ ജീവിതം മരിച്ചതിന് തുല്യമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ, അതെല്ലാം ഈ പ്രക്ഷോഭത്തിനിടെ പുറത്തു വന്നതാണ്. അതായത് ഖമനയുടെ മരണം ഒരു കൂട്ടരെങ്കിലും ആഗ്രഹിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ഇറാനിലെ കുറച്ചു പേരെങ്കിലും ആഗ്രഹിച്ചതുപോലെ ഖമനയുടെ മരണം അത് നടന്നിരിക്കുകയാണ്. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണം നടത്തിയതിനെ തുടർന്ന് ശനിയാഴ്ചയാണ് 86-കാരനായ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. സ്വന്തം ഓഫീസിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിച്ചത്. ഖമനേയുടെ മകൾ, പേരക്കുട്ടി, മരുമകൾ എല്ലാവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാനിലെ മാധ്യമങ്ങളൊക്കെ ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇറാനിലുടനീളം 500 കേന്ദ്രങ്ങളിൽ 200 യുദ്ധവിമാനങ്ങളാണ് ആക്രമണം നടത്തിയത്. അതേസമയം അദ്ദേഹം കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതികാരത്തിന്റെ പതാക ഉയർത്തി ഇറാൻ. ഗോമിലെ ജംകരാൻ പള്ളിയുടെ താഴികക്കുടത്തിന് മുകളിലാണ് ഇറാൻ ചുവന്ന കൊടി ഉയർത്തിയത്. ഷിയ ആചാരപ്രകാരം നീതി, പ്രതികാരം എന്നിവ സൂചിപ്പിക്കുന്നതാണ് ചുവന്ന കൊടി. രക്തസാക്ഷിത്വം, കൊടി അനീതി എന്നിവയുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കൊടികൾ പള്ളിക്ക് മുകളിൽ ഉയർത്തുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം ഇനി രൂക്ഷമാകുമെന്ന സൂചനയാണ് ഇതിലൂടെ കിട്ടുന്നത്. ശനിയാഴ്ചയാണ് US ഇസ്രായേൽ ആക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെട്ടത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ കണ്ട ഇടമാണ്. ഇറാനിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും കറൻസിയുടെ മൂല്യത്തകർച്ചയിലും പ്രതിഷേധിച്ച് വലിയ ജനകീയ പ്രക്ഷോഭമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് അവിടെ നടന്നത്. സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലുകളുണ്ടായി, അതിൽ ജനങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിലേക്ക് പ്രതിഷേധം പടരുന്ന സാഹചര്യമുണ്ടായി. ലോഡെഗാൻ, കുക്ദാഷ്, ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിലുണ്ടായ സംഘർഷങ്ങളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കൊല്ലപ്പെട്ടവർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതും 40% ഉയർന്ന പണപ്പെരുപ്പവുമാണ് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയത്. കടയുടമകൾ ആരംഭിച്ച സമരം പിന്നീട് സർവകലാശാല വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്കെതിരെയും നിലവിലെ ഭരണ സംവിധാനത്തിനെതിരെയും പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും തീയിടുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയൊരു ജനകീയ പ്രക്ഷോഭം നടന്ന ഇടമായിരുന്നു ഇറാൻ. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ജനങ്ങളെ ഇറാൻ ഭരണകൂടം വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ അമേരിക്ക ഇടപെടുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞങ്ങൾ സജ്ജരാണെന്നായിരുന്നു ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കുറിച്ചത്.